നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുധിയുടെ ഫോണിലേക്ക് നീലിമ വിളിക്കുക. ആ സമയം സുധി ചോദിച്ച് ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുക. നിനക്കെന്നെ മനസ്സിലായില്ലേടാ? നീയോ? നീ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചേ? ഞാനെന്തിനാ വിളിച്ചെന്ന് നിനക്ക് അറിയില്ലേ? എനിക്ക് എന്റെ പണം കിട്ടണം. നിന്റെ പണമോ? നിനക്ക് നാണമില്ലേടി ഇങ്ങനെ പറയാനായിട്ട്? നിന്റെ പണം എന്നൊക്കെ നിന്റെ പണം പോലും അതെന്റെ അച്ഛന്റെ പണമാ, അല്ല നിന്റെ പണമൊന്നുമല്ല. അത് കേട്ട നീലിപ്പ പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനേ എൻ്റെ ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. കണ്ടു, ഒരു തീക്കൊള്ളിയായിട്ട് നിന്റെ ചുറ്റും അവർ നടക്കുന്നുണ്ട്, നിന്നെ കുത്താൻ തയ്യാറായിട്ട്. ആ സമയത്ത് അവിടേക്ക് ആമി വരുന്നേ. ആമി ഇങ്ങനെ സുതിയൊന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ്. സുതി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. ആമി അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം നീലി പറഞ്ഞു, നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ലടാ. നിന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അവരവിടെ വന്ന് പുറത്താക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ ഒരു പിടിച്ചുവയ്പ്പ് ഉണ്ടാകത്തില്ല. നീ വീട്ടിൽ നിന്ന് പുറത്താവും. അത് കേട്ടപ്പം സുതി ഞെട്ടിപ്പോയി. സുതി പെട്ടെന്ന് പറഞ്ഞു, നീലിമേ നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ മര്യാദയ്ക്ക് പണം തരാനായിട്ട്. അത് നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളേ. ബാക്കി ഭവിഷ്യത്ത് നീ അനുഭവിച്ചേ മതിയാവുള്ളൂ സുതി. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടണം, അല്ലെങ്കിൽ നിനക്കിട്ടുള്ള പണി കിട്ടും. അതും പറഞ്ഞ് നീലിമ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്താ നീലിമ പറഞ്ഞേ? എന്താ കാര്യം എന്താ? അവള് പറഞ്ഞ് പണം കൊടുക്കണോന്ന്. പണം കൊടുക്കണോന്ന്? എവിടുന്ന് കൊടുക്കാനായിട്ട്? എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അവള് പ്രശ്നം ഉണ്ടാക്കുന്ന്. അവൾ എന്നാ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാ? അതെ, ഉദ്ദേശിച്ച പോലൊന്നും അല്ല. അവൾ ഇങ്ങോട്ടേക്ക് ഒരാളെ വിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തോ തീക്കൊള്ളി വെച്ച് കുത്താൻ തയ്യാറായിട്ടെന്നൊക്കെ അവള് പറയുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കൃത്യസമയത്ത് തന്നെ ആമി നമ്മുടെ മുന്നിൽ വന്നു. അതിനർത്ഥം എന്താ? ആമിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നല്ലേ ആമി അവള് പറഞ്ഞു വിട്ടിരിക്കുന്ന. എനിക്ക് പേടിയാ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ദേ സുധി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്കത് ഒന്ന് കൈകാര്യം ചെയ്യാം. ഈ പറയുന്ന ആമി ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള വഴിയുണ്ട്. രേവതിയെ വെച്ചൊരു പണി ചെയ്യാം. രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നോ? രേവതിക്കേ ചെയ്യാൻ പറ്റൂ. ഈ രേവതിക്ക് ആമി സച്ചിൻ തമ്മിൽ സംസാരിക്കുന്ന കാണുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതെനിക്ക് പലപ്പോഴും മനസ്സിലായതാ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു പണി കൊടുക്കാം. ഉറപ്പായിട്ടും നീ ഒന്ന് പേടിക്കാതിരിക്കുക. രേവതിയുടെ മനസ്സിലേക്ക് ഞാൻ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അവളെ കൂടെ നമുക്ക് പലത് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഒന്ന് സമാധാനിപ്പിക്കുക. വാ വന്ന് കിടക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ സുധി പറഞ്ഞു, എനിക്കെന്നാലും നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതേ സമയം സച്ചി രേവതിയും കൊണ്ട് മുറിയിലേക്ക് വരുവാണ്. ആമി കിടക്കുന്ന മുറിയിൽ. ആമി ബെഡേ ഇരിക്കുക. ആഹാ, ഇതെന്തൊരു കാഴ്ചയാടാ ഞാൻ കാണുന്നേ. എന്ത് സ്നേഹമാടാ നിനക്ക് നിന്റെ ഭാര്യയോട്. ഭാര്യയെ വീൽചെയർ തള്ളിക്കൊണ്ട് വരുന്നേ. അതെ രേവതി, നീ ഭാഗ്യം ചെയ്തോളാണ്. അതുകൊണ്ടല്ലേ ഇത്ര നല്ലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടിയത്. സച്ചി പറഞ്ഞു, വേണ്ട വേണ്ട, നീ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കൊന്നും വേണ്ട, പുകഴ്ത്തൊന്നും വേണ്ട. എന്താടാ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലെങ്കിൽ രേവതി പറയട്ടെ സത്യമല്ലെന്ന്. സച്ചി പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോഴേക്കും ആമി ഓർത്തു, ഷോ ഞാനൊരു കാര്യം മറന്നു. എന്ത്? എടാ ഞാൻ എപ്പോഴും സെൽഫി എടുക്കുന്നല്ലേ ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ വന്നിട്ട് ഒരു സെൽഫി പോലും എടുത്തില്ല. നീ ഇങ്ങോട്ട് വന്നേ, നമുക്കുണ്ടോ സെൽഫി എടുക്കാം. രേവതി സച്ചിയൊന്ന് നോക്കി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, വേണ്ട ആമി വേണ്ട, നമുക്ക് പിന്നെ എടുക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ച് ചേർത്തങ്ങ് നിർത്തുവാണ്. ഒരു സെൽഫിക്ക് പോസ് ചെയ്തേ. ആമി അത് ആ സമയം രേവതി രൂക്ഷമായിട്ട് നോക്കി. സച്ചിക്ക് പോസ് ചെയ്യണോ വേണ്ടോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചിയുടെ മുഖത്ത് പുഞ്ചിരിയൊന്നും വന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. സച്ചി ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എടാ നീ ഒന്ന് ചിരിക്കടാ. അത് പിന്നെ ആമി ചിരിക്കാൻ പറഞ്ഞാൽ ചിരിച്ചാ പോരെ, ഒന്ന് ചിരിക്കടാ. ഇത് നീ എന്താ ചെയ്യണ്ട? അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, മസിൽ പിടിച്ച്. സച്ചി രേവതിയെ നോക്കി. രേവതി ആക്കി ചിരിയിരിക്കുകയാണ്. സച്ചിക്കാണ് നിൽക്കാനും പറ്റില്ല, നിൽക്കാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തില്ലെങ്കിൽ ആമി ചോദിക്കുക എന്താന്ന്. കാരണം സഹിതം വെളിപ്പെടുത്തേണ്ടി വരും. തൽക്കാലത്തേക്ക് പോസ് ചെയ്യുക തന്നെ. അങ്ങനെ സച്ചി പോസ് ചെയ്തു. ഒടുവിൽ ആമി പറഞ്ഞു, ഓ എത്ര ബുദ്ധിമുട്ടാ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. കുഞ്ഞുനാളിലേക്ക് എന്ത് രസമായിരുന്നു. ഇപ്പോഴും നിനക്കാണെങ്കിൽ വലിയ ജാടയാ. പിന്നീട് രേവതിയുടെ അടുത്ത് വന്നിട്ട്, രേവതി നീ വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ രേവതി ഫോട്ടോയ്ക്ക് ഒരു പോസ് ചെയ്യുവാണ്. രണ്ടുപേരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് ആമി പറഞ്ഞു, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. എടാ നാളെ നീ ഫ്രീ ആണോ? എന്താടി അങ്ങനെ ചോദിച്ചേ? അതെ നാളെ എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം, ഒരു ഔട്ടിംഗ് ഉണ്ട്. എന്ത്? രാവിലെ ക്ഷേത്രത്തിൽ പോകണം, അത് കഴിഞ്ഞിട്ട് നാടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ കാണണമെന്ന്. ആ സമയം സച്ചി പറഞ്ഞു, അല്ല അത് പിന്നെ നാളെ ഇനിയിപ്പം നിനക്ക് തിരക്കൊണ്ടേലും ശരി ഇല്ലേലും ശരി നീ എൻ്റെ ഒപ്പം വന്നേ മതിയാവുള്ളൂ. രേവതിയെ ഒന്ന് ദയനീയമായിട്ട് സച്ചി നോക്കുക. രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് സച്ചിയെ നോക്കി. അപ്പോഴേക്കും ആമി പറഞ്ഞു, എടാ നാളത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ലേ നാളെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് സാരി ഉടുത്തോണ്ട് പോകാൻ തീരുമാനിച്ചു. സാരിയാ?
അത് ഞാൻ വീട്ടിൽ നിന്ന് സാരിയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, ഓ ഇനിയിപ്പം സാരി ഉടുപ്പിക്കാനും കൂട്ടങ്ങൾ സച്ചേട്ടനെ വിളിക്കും ഇവള് എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ആ സമയം സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി നീ കയറി കിടക്കാൻ പറയണം. അങ്ങനെ സച്ചിയെ രേവതിയെ പതുക്കെ കട്ടിലേക്ക് പിടിച്ച് കിടത്തി. ആ സമയത്ത് ആമി പറഞ്ഞു, സച്ചി നീ എങ്ങോട്ട് പോന്നു? നീ ഇവിടെ വന്നിരിക്കുക, നമുക്ക് ഇച്ചിരി വർത്താനം പറയാം. വേണ്ട, അത് പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോ. പിന്നെ ഉറങ്ങാനായിട്ടാ ഇവിടെ ഇരിക്കണം മര്യാദയ്ക്ക്. എത്ര നാളെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് ഇരിക്കുക. എടാ നാളെ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ സ്ഥലങ്ങളിൽ കറങ്ങാനുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോയാൽ പോരെ? പിന്നെ നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോകാനാ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. നീ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചി ദയനീയമായിട്ട് രേവതിയെ നോക്കി. രേവതി ഇങ്ങനെ നിനക്കിട്ടേ വെച്ചിട്ടുണ്ടാ, കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഉറക്കം വരുന്നില്ല. ശ്രുതിയാണ് കൂറക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇവൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രുതി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശ്രുതി ഇങ്ങനെ കുത്തിയിരിക്കുക. എന്താ ശ്രുതി, നിനക്ക് ഉറക്കമില്ലേ? ഞാൻ എങ്ങനെ ഉറങ്ങാനാ? എൻ്റെ മനസ്സ് നിറയും ആമയും നീലിമയാ, ഉറക്കം വരുന്നില്ല. എൻ്റെ ശ്രുതി, നീ ഈ ടെൻഷൻ കളഞ്ഞിട്ട് മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അറിയാലോ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഓടിച്ചാൽ മതി അവൾ ആമീനെ. എടാ അതല്ലേ ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ, രേവതിയെ കൊണ്ട് തന്നെ നമുക്ക് ഓടിപ്പിക്കാം. പക്ഷെ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് നടക്കില്ല? ഉറപ്പായിട്ട് നടക്കും, ഞാനല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക, ഉറപ്പായിട്ടും രേവതിക്ക് സാധിക്കും. അല്ലേ ഒരു കാര്യം ചെയ്യാം. എന്താ? നീ ഒരു കാര്യം ചെയ്യാം, 25 ലക്ഷം രൂപ കൊടുത്താൽ മതി നീലിമയ്ക്ക്. 25 ലക്ഷം രൂപയോ? അതേന്നേ, 25 ലക്ഷം രൂപ നീലിമയ്ക്ക് കൊടുത്തിട്ട് നീലിമയോട് പറയാം തൽക്കാലത്തേക്ക് ആമയോട് രഹസ്യങ്ങളൊന്നും പറയണ്ടെന്ന്. അല്ലെങ്കിൽ ആമയുടെ 25 ലക്ഷം രൂപ കൊടുക്കാം. നീലിമ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്, 25 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങണമെന്ന്. എടാ അതിന് 25 ലക്ഷം രൂപ എവിടുന്നാ സുധി? അത് നിന്റെ അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ. അച്ഛൻ ജയിലിലാന്നുള്ള കാര്യം നിനക്ക് അറിയാൻ പാടില്ലേ? അച്ഛൻ ജയിലിലാണെങ്കിൽ നിന്റെ ഇളയച്ചനുണ്ടല്ലോ, ഇളയച്ചനോട് പറഞ്ഞാൽ മതി. ഇളയച്ചൻ ക്യാഷുമായിട്ട് വരത്തില്ലേ? ഇവനെ കൊണ്ട് മടുത്തു പോവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നിനക്കറിയാലോ ഒരു ബോംബിന്റെ മേലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ, എപ്പം ഉള്ളത് പൊട്ടാ. ഇങ്ങനെയാണ് ആ ബോംബ് പൊട്ടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇളയച്ചനോടൊന്നും ക്യാഷ് വാങ്ങിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. ഞാൻ രേവതിയെ വെച്ച് തന്നെ ഞാൻ ആമയെ ഇവിടുന്ന് ഓടിച്ചോളാം. അതുപോലെ നിനക്ക്. അല്ലാതെ ഇപ്പൊ പണത്തിന്റെ കാര്യവും നീ പറയണ്ട. ഇല്ലാത്ത അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് പണം മേടിക്കാനാ ശ്രുതി കള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മണ്ട ശ്രുതിക്ക് മനസ്സിലായതുമില്ല. നീ ഇപ്പൊ തൽക്കാലത്തേക്കൊന്ന് കിടന്നുറങ്ങ്, അല്ല ഞാൻ ഉറങ്ങിക്കോട്ടെ. അതും പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ശ്രുതിയുടെ ഉറക്കം മൊത്തം പോയി. എന്ത് ചെയ്യണം പോലും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ശ്രുതിക്ക്. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റ്, അയ്യോ ഇത്ര നേരം എടുത്തോ? സച്ചേട്ടൻ ഇത് എന്തിയേ? സച്ചേട്ടാന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുവാണ്. പക്ഷെ സച്ചി വന്നില്ല. വീൽ ചെയറിലൊന്ന് ഇരിക്കാൻ പറ്റുമായിരുന്നു. ബാത്റൂമിലേക്കൊന്ന് പോകണമായിരുന്നു. രേവതി ആകെപ്പാടെ വിഷമിച്ചു. എന്ത് ചെയ്യണം? ആ സമയത്ത് സച്ചിയും ആമയും കൂടെ പുറത്തു പോയിട്ട് വരുന്നേ. അപ്പൊ രാവിലെ നടക്കാൻ പോയതാ. ആമി പറഞ്ഞു, എടാ നിന്നെ ഞാൻ നേരത്തെ വിളിച്ചെഴുന്നേപ്പിച്ച് എന്തിനാണെന്നറിയാവോ? നടക്കാൻ പോകാനായിട്ടാ. നിനക്കിപ്പോ ഇത് ശീലമില്ലല്ലേ? ഞാനിപ്പോ ആ ശീലമൊക്കെ വിട്ടു. എടാ എക്സസൈസ് ഒക്കെ ചെയ്യണം. എക്സസൈസ് ചെയ്യാനോ? പിന്നല്ലാതെ ഞാൻ മടുത്ത് ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി അവിടെ ഇരുന്നു. അപ്പോഴേക്കും ആമി അവിടെ ഇരുന്നു. എടാ സച്ചി, നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി വീക്കാവും, അറിയാലോ. നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വേണ്ട ആമി, എന്നെ കൊണ്ടും പറ്റില്ല. അല്ല നീ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് സമയം കിട്ടത്തില്ല. വല്ലപ്പോഴും ഒക്കെ ചെയ്യും. എടാ വല്ലപ്പോഴും പോരാ, ഡെയിലി വേണം. ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ഞാൻ കാണിച്ചുതരാം. നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് സച്ചിയെ കയ്യെ പിടിച്ചു വിളിച്ചു. വേണ്ട അമ്മി, വരാൻ പറഞ്ഞാൽ വന്നാൽ മതി. അങ്ങനെ എന്ത് ചെയ്യണം? സച്ചി എക്സസൈസ് ചെയ്യാനായിട്ട് ആമിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ആമി പറഞ്ഞ് ആദ്യം വാമപ്പ് ചെയ്യണം. അങ്ങനെ വാമപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഓരോ എക്സസൈസ് കാണിച്ചു കൊടുക്കുകയാണ്. സച്ചി അതനുസരിച്ച് കാണിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആമിയുടെ കയ്യെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ എഴുന്നേക്കുകയും ചെയ്യുന്ന ആ ഒരിതുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കുമാണ് അവിടേക്ക് ശ്രുതിയുടെ വരവ്. ശ്രുതി ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കയ്യിലൊക്കെ പിടിച്ച് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല. ഓഹോ, ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം, രേവതിയെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ശ്രുതി അകത്തേക്ക് കയറി ഓടുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.